എന്താണ് എൻ്റെ പത്നി ആലോചിക്കുന്നത്? വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് കയറി വാ. ഒരു അപരിചിതന്റെ ഒപ്പം എന്ത് വിശ്വസിച്ചാണ് ഒരു കന്യകയായി ഞാൻ അകത്തേക്ക് കയറി വരേണ്ടത്? എനിക്ക് ചെയ്ത് തന്ന സഹായത്തിന് താങ്ക്സ്. അതും പറഞ്ഞ് കല്യാണി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ആ ചെറുപ്പക്കാരൻ പലതവണ അവളെ പിന്നിൽ നിന്നും വിളിച്ചു. പക്ഷേ അവൾ തിരിഞ്ഞു നോക്കാതെ നടന്നുപോയി. അവൾ ആ നടപ്പ് ലക്ഷ്യം വെച്ചത് ഹോസ്റ്റലിലേക്കായിരുന്നു. കുറെ നേരത്തിന് ശേഷം അവൾ ഹോസ്റ്റലിൽ സ്നേഹക്കരികിലെത്തി. സ്നേഹ അവിടെ എന്തോ ഗൗരവമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണി വന്നത് അവൾ അറിഞ്ഞതേയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കല്യാണിക്ക് മനസ്സിലൊരു കുസൃതി തോന്നി. ഥോ! സ്നേഹയുടെ ചെവിക്കരികിൽ വന്ന് അവൾ ഉച്ചത്തിൽ പറഞ്ഞു. സ്നേഹ ഞെട്ടിയിരുന്നിടത്തു നിന്നും പെട്ടെന്ന് എഴുന്നേറ്റു. നീ ഇതെപ്പോ വന്നു? സ്നേഹ തിരക്കി. ഞാൻ കുറച്ചു നേരമായി. നീ ഗൗരവമായി എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നല്ലോ. ഞാൻ നമ്മുടെ പാറുവിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നടി. സ്നേഹ പറഞ്ഞത് കേട്ടതും സന്തോഷം നിറഞ്ഞു തുളുമ്പിയിരുന്ന കല്യാണിയുടെ മുഖത്ത് നിരാശ നിഴലിച്ചു. അതൊക്കെ പോട്ടെ, നീ എപ്പോൾ റിലീസായി? ഞാൻ റിലീസാകാൻ എന്തോ അടി? തിയേറ്ററിൽ ഓടാൻ നിൽക്കുന്ന എന്തെങ്കിലും പുതിയ പടവോ? എടി, നീ നിന്റെ വീട്ടുതടങ്കിൽ നിന്ന് എപ്പോഴാണ് റിലീസായതെന്നാ തിരക്കിയത്. പിന്നെ അവൾ വള്ളിപുള്ളി തെറ്റാതെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് സ്നേഹയ്ക്ക് പറഞ്ഞു കൊടുത്തു. നീ കണ്ടത് ഇനി നിന്റെ ഭർത്താവിനെ തന്നെയാണോ? എല്ലാം കേട്ടതിന് ശേഷം അവൾ കല്യാണിയോട് തിരക്കി. എന്റെ ഭർത്താവോ? നീ എന്തിനാ ഇങ്ങനെ ഞെട്ടുന്നേ? നീ നിന്റെ കഴുത്തിലൊരു താലി ഉള്ളത് മറന്നുപോയോ? കല്യാണി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന താലി പുറത്തേക്കെടുത്തിട്ട് സ്നേഹ അവളോട് തിരക്കി. നീ പറഞ്ഞത് ശരിയാണ്. എൻ്റെ കഴുത്തിലൊരു താലിയുള്ള കാര്യം ഞാൻ കുറച്ചു നിമിഷം മറന്നുപോയി. ഇനി അയാൾ ശരിക്കും എൻ്റെ കെട്ടിയവനായിരിക്കും കൂടി. ചിലപ്പോൾ ആയിരിക്കാം. ആ ചെറുപ്പക്കാരൻ എങ്ങനെയുണ്ടായിരുന്നു? ചുള്ളം പയ്യനാണോ? വെളുത്തു തുടുത്ത നല്ല ഗ്ലാമർ പയ്യൻ. ഉണ്ണി മുകുന്ദനെ പോലെ നല്ല 6 പാക്ക് ബോഡി, നല്ല സ്റ്റൈലും ചിരി. ഏത് പെണ്ണും ഒന്ന് നോക്കിപ്പോകുന്ന ചുള്ളം പയ്യൻ. എൻ്റെ ഭർത്താവ് എന്നും എന്നെ ഓർക്കുന്നുണ്ടാവുമോ? കല്യാണ സമയത്ത് അതും മിന്നൽ വേഗത്തിൽ എന്നെ കണ്ടതല്ലേ? ഡി, പിന്നെ ഇന്ന് വരെ എന്നെ കണ്ടിട്ടില്ലല്ലോ. ഇന്ന് കണ്ടയാൾ എൻ്റെ ഭർത്താവാകാൻ ഒരു ചാൻസും ഇല്ല. അതും മറ്റേ അസുഖമാണ്. എന്തസുഖം? ഞരമ്പ് രോഗം. ഇന്നത്തോടെ എന്തായാലും നിന്റെ മുറച്ചെറുക്കൻ ഒരു കാര്യം മനസ്സിലായി. നിന്നെ അവന് കിട്ടില്ലെന്ന്. അതേടി, ആ ശല്യം ഒഴിവായി കിട്ടി. അങ്ങനെ അതും ഇതും പറഞ്ഞിരുന്ന് സമയം കടന്നുപോയി. പിറ്റേന്ന് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി രണ്ടുപേരും പോയി. രണ്ടുപേരും അവരുടെ ഡ്യൂട്ടി തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് സ്നേഹ നോക്കുമ്പോൾ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന കല്യാണിയെ കണ്ട് അവളുടെ അരികിലെത്തി. നീ ഇവിടെ ആരെ നോക്കി നിൽക്കുവാ? നീ അങ്ങോട്ട് നോക്കിക്കേ. ഞാൻ ഇന്നലെ പറഞ്ഞ ഞരമ്പ് രോഗിയാണത്. ദാ അവിടെ നിൽക്കുന്നത് കണ്ടാൽ എന്തൊരു മാന്യൻ. കാർ പാർക്കിങ് ചെയ്യുന്ന സ്ഥലത്ത് നോക്കി കല്യാണി പറഞ്ഞു. അത് ഞരമ്പ് രോഗിയൊന്നുമല്ല മോളെ. അത് സാക്ഷാൽ നിന്റെ ഭർത്താവ് തന്നെയാ, നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ അവകാശി. അത് കേട്ടതും കല്യാണിയുടെ ബോധം മറഞ്ഞ് അവൾ താഴെ വീണു. സ്നേഹ വെള്ളം എടുത്തു കൊണ്ടുവന്ന് തടയിച്ചു. നീ എന്തുവാ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് പരമാർത്ഥ സത്യമാണ്. നീ കണ്ടില്ലെങ്കിലും നിന്റെ ഭർത്താവിനെ സ്പോട്ടിൽ ഞാൻ കണ്ടതായിരുന്നല്ലോ. ആ മുഖം ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. നീ പറഞ്ഞു വരുന്നത് അങ്ങനെ എന്നെ മറന്നിട്ടില്ല എന്നല്ലേ? അതേടി. പിന്നെ സംസാരിച്ചു നിന്ന് രണ്ടുപേരും സമയം കളയാതെ അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വൈകുന്നേരം 4 മണിയായി. ഡി, ഞാൻ ഹോസ്റ്റലിലേക്ക് വരുന്നില്ല, കല്യാണി സ്നേഹയോട് പറഞ്ഞു. നീ പിന്നെ എങ്ങോട്ട് പോവുക? ഞാൻ എൻ്റെ കെട്ടിയവൻ്റെ അടുത്തേക്ക് പോവുക. ശ്രീകാന്ത് എന്നെ അന്വേഷിച്ച് ഹോസ്റ്റലിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അരികിൽ സുരക്ഷിതയായിരിക്കും. എന്നാൽ ശരി. അങ്ങനെ സ്നേഹ ഹോസ്റ്റലിലേക്കും കല്യാണി അവളുടെ ഭർത്താവിൻ്റെ അരികിലേക്കും പോയി. അവൾ അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. കോളിംഗ് ബെൽ കേട്ട് ഒരാൾ വന്ന് വാതിൽ തുറന്നു. ആരാ? അയാൾ തിരക്കി. ഇയാൾ ആരാ? കല്യാണി തിരിച്ചു ചോദിച്ചു. ഞാൻ ഇവിടുത്തെ കുക്കാണ്. അപ്പോഴേക്കും ഗേറ്റ് കടന്ന് ഒരു കാറ് വന്നു നിന്നു. അതിൽ നിന്നും കാക്കി അണിഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി. ഇയാൾ തന്നെയല്ലേ ഞാൻ ഇന്നലെ കണ്ടത്? ഇയാൾ IPS ഓഫീസറായിരുന്നോ? കല്യാണി മനസ്സിൽ വിചാരിച്ചു. ആ ചെറുപ്പക്കാരൻ അവളെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോയി. അവൾ പിറകെ ഫോളോ ചെയ്ത് നടന്നു. ഇയാളെന്താ ഒരു അപരിചിതയെ കാണുന്ന പോലെ മൈൻഡില്ലാതെ പോകുന്നത്? അവൾ ആ ചെറുപ്പക്കാരന് മുൻപിൽ ചെന്നു തിരക്കി. താൻ ആരാണ്? ഞാൻ തന്നെ ആദ്യമായി കാണുക. എന്നെ തനിക്ക് അറിയത്തേ ഇല്ല? ഇല്ലല്ലോ. പിന്നെ ചെറിയൊരു മറവിരോഗമുണ്ട് എനിക്ക്. ആരാണെന്ന് പറയാമോ? ഇയാൾ ഞാൻ ഇന്നലെ പറഞ്ഞതൊന്നും മറന്നിട്ടില്ല.
താൻ ആരാണെന്ന് പറയാൻ ഇത്രയും ആലോചിക്കണോ? ഞാൻ തൻ്റെ ഭാര്യയാണ്. ആണോ? ഞാനൊരു ബാച്ചിലർ ആണല്ലോ. അന്നേരം അവിടേക്ക് കുക്ക് വന്നു. രാമേട്ടാ, ഈ കുട്ടിക്ക് തല ചായ്ക്കാൻ ഒരു റൂം റെഡിയാക്കി കൊടുക്ക്. തല ചായ്ക്കാൻ ഞാനിവിടെ അഭയം തേടിയെന്ന് അഭയാർത്ഥിയൊന്നുമല്ലല്ലോ, തൻ്റെ ഭാര്യയല്ലേ, കല്യാണി മനസ്സിൽ പറഞ്ഞു. ഇനി ഇവൾ കുറച്ചു നാൾ എൻ്റെ പിറകെ നടക്കട്ടെ, അവളുടെ ഭർത്താവ് മനസ്സിൽ പറഞ്ഞു. രാമേട്ടൻ, അതായത് നമ്മുടെ കുക്ക് കാണിച്ചു കൊടുത്ത റൂമിലേക്ക് കല്യാണി പോയി. അവൾ വേഗം ഫ്രഷായി അടുക്കളയിലേക്ക് ചെന്നു. പാചകം ചെയ്യാനൊന്നും അല്ല, അവൾക്ക് വിശന്നിട്ട് വയ്യ, അതാണ് കാരണം. രാമേട്ട, വൈകുന്നേരം കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് വിശന്നിട്ട് വയ്യ. മോളെ, രാവിലത്തെ ചപ്പാത്തിയും കടലക്കറി ഇരിപ്പുണ്ട്, അതെടുക്കട്ടെ. അതെന്തൊരു ചോദ്യമാ? വേഗം എടുക്കൊരു 3-4 ഞാൻ ഈ ഉണ്ണിവേറെ നിറയ്ക്കട്ടെ. രാമേട്ടൻ പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് ചപ്പാത്തിയും കടലക്കറിയും എടുത്തു കൊടുത്തു. രാമേട്ട, ഇവിടുത്തെ സാറിന്റെ പേരൊന്ന് പറഞ്ഞുതരാവോ? എനിക്കറിയാത്തത് കൊണ്ടാണ്, അവൾ വിനയത്തോടെ തിരക്കി. സാറിന്റെ പേരറിയില്ലേ? ആകാശ്, അതാണ് പേര്. ഇവിടുത്തെ IPS ഓഫീസറാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേരറിഞ്ഞു, ആകാശ്. പുള്ളിക്കാരൻ കലിപ്പനായിരിക്കുമോ? IPS ഓഫീസർ ആകാൻ സാധ്യതയുണ്ട്, അവൾ മനസ്സിൽ പറഞ്ഞു. സാറിൻ്റെ നാട് ഇവിടെയല്ലേ? അവൾ തിരക്കി. അതെന്താ മോൾ അങ്ങനെ ചോദിച്ചത്? അത് ഇവിടെ ക്വാർട്ടേഴ്സിൽ നിൽക്കുന്നതുകൊണ്ട് തിരക്കിയതാ. സാറിൻ്റെ നാട് എറണാകുളമാണ്. മോളുടെ പേര്? എൻ്റെ പേര് കല്യാണി, ഫ്രണ്ട്സ് കല്ലു എന്ന് വിളിക്കും. അടുത്ത ചോദ്യം വരുന്നതിന് മുൻപേ പെട്ടെന്ന് കഴിച്ച് അവൾ അവിടെ നിന്നും മുങ്ങി. റൂമിൽ ചെന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് സ്നേഹയുടെ 4-5 മിസ് കോൾ കിടക്കുന്നത് കണ്ടത്. പെട്ടെന്ന് തന്നെ അവളെ കല്യാണി തിരിച്ചു വിളിച്ചു. ഹലോ സ്നേഹ, ഞാൻ നിന്റെ കോൾ ഇപ്പോഴടി കണ്ടത്. സോറി ഡി, ഞാൻ അടുക്കളയിലായിരുന്നു. ഫോൺ കോൾ സ്നേഹ അറ്റൻഡ് ചെയ്തതും അവളെ കൊണ്ട് ഇങ്ങോട്ടൊന്നും പറയിപ്പിക്കാതെ കല്യാണി മുൻകൂർ ജാമ്യം എടുത്തു. അല്ലു, നീ അടുക്കളയിലോ? നീ ഞെട്ടണ്ട, ഞാൻ പാചകം ചെയ്യാനൊന്നും കയറിയതല്ല, ഞാൻ ഫുഡ് കഴിക്കാൻ കയറിയതാ. നീ പാചകം ചെയ്താൽ ഇന്ന് തന്നെ നിന്റെ ഭർത്താവ് അവിടെ നിന്ന് നിന്നെ ഇറക്കി വിടും. നിന്റെ ഭർത്താവ് അരികിലുണ്ടോ? അതിനു മറുപടിയായി ഇവിടെ കയറി വന്നപ്പോൾ മുതൽ ഇതുവരെയും നടന്ന കാര്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ കല്യാണി പറഞ്ഞു നിർത്തി. നീ നന്നായി വെള്ളം കുടിക്കുമല്ലോ മോളെ. ഓ, വെള്ളം ഞാൻ ആകാശിനെ കൂടെ തന്നെ കുടിപ്പിക്കും. ആകാശോ? അതാരാടി? എടി, എൻ്റെ കെട്ടിയോൻ, പുള്ളിക്കാരൻ ഇവിടുത്തെ IPS ഓഫീസറാണ്. അങ്ങനെ സംസാരിച്ചിരുന്ന് രണ്ടുപേരും നേരം പോയത് അറിഞ്ഞതേയില്ല. അത്താഴം കഴിക്കാൻ രാമേട്ടൻ വന്ന് വിളിച്ചപ്പോഴാണ് സമയം പോയത് കല്യാണി അറിയുന്നത്. അത്താഴം കഴിച്ച് വയറ് നിറച്ച് സുഖമായി അവൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം അവൾ എഴുന്നേറ്റ് വന്നപ്പോൾ സമയം 9 മണിയായി. പെട്ടെന്ന് തന്നെ അവൾ കുളിച്ച് റെഡിയായി. മോളെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ? രാമേട്ടൻ തിരക്കി. ഇപ്പൊ ഒട്ടും നേരമില്ല രാമേട്ട, ഇന്ന് ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങി കഴിച്ചോളാം. അതും പറഞ്ഞ് അവൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. നീ എന്താടി കിതയ്ക്കുന്നത്? കല്യാണിയെ കണ്ടതും സ്നേഹ തിരക്കി. രാവിലെ എഴുന്നേറ്റപ്പോൾ വൈകിപ്പോയടി, ആഹാരം പോലും കഴിക്കാതെ ഓടി വന്നതാണ്. പിന്നെ സംസാരിച്ചു നിന്ന് രണ്ടുപേരും സമയം കളഞ്ഞില്ല. രണ്ടുപേരും അവരവരുടെ ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അന്ന് വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് സ്നേഹ ഹോസ്റ്റലിലേക്കും കല്യാണി ക്വാർട്ടേഴ്സിലേക്കും പോയി. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയത് കൊണ്ട് അതും കൂടി ചേർത്ത് വൈകുന്നേരം അവൾ ഉണ്ണിവയറിന് ഉള്ളിലാക്കി. എന്നിട്ട് അവൾ റൂമിൽ പോയി ഒരു ചെറിയ മയക്കവും കഴിഞ്ഞ് എഴുന്നേറ്റ ഉടനെ അവൾ പുറത്തേക്കിറങ്ങി. എന്തിനാണ് അവൾ പുറത്തേക്കിറങ്ങിയത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ആകാശ് വന്നോ എന്നറിയാനാണ്. വന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് കാറ് കാണുമല്ലോ. ആകാശ് വന്നിട്ടുണ്ട്, പുറത്ത് കാറും കിടപ്പുണ്ട്. എൻ്റെ കെട്ടിയോൻ്റെ റൂം വരെ ഒന്ന് പോയി നോക്കിയാലോ? കല്യാണി ആത്മകഥം നടത്തി. അവൾ ആകാശിന്റെ റൂം ലക്ഷ്യം വെച്ച് നടന്നു. സ്റ്റെപ്പ് കയറിയതും അവൾ കാലിടറി താഴെ വീഴാനായി പോയി. താഴെ വീഴാതെ പിന്നിൽ നിന്ന് ആരുടെയോ കരങ്ങൾ അവളെ പിടിച്ച് താങ്ങി നിർത്തി. ആകാശ്. അവൾ തന്നെ താങ്ങി നിർത്തിയ ആളെ കണ്ടതും പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, നീ ഇത് എവിടെ നോക്കി നടക്കുവാ? ഇപ്പൊ വീടിരുന്നെങ്കിലോ? ആകാശ് ചോദിച്ചു. വീണില്ലല്ലോ, അവൾ നിഷ്കളങ്കമായി പറഞ്ഞു. അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും രാമേട്ടൻ അങ്ങോട്ട് വന്നു. രാമേട്ട, നാളെ എൻ്റെ മുറപ്പെണ്ണ് 5 വരുന്നുണ്ട്. കുറച്ച് ദിവസം ഇവിടെ കാണും. അവൾക്കിവിടെ ഒരു കുറവും ഉണ്ടാകരുത്. ഇവിടെ ഒന്നിനും ഒരു കുറവുണ്ടാവില്ല സാറിൻ്റെ മുറപ്പെണ്ണിന്, രാമേട്ടൻ പറഞ്ഞു. ഞാൻ അവൾക്ക് വേണ്ടി കുറച്ച് സ്വീറ്റ്സ് വാങ്ങിയിട്ട് വരാം. അവൾക്ക് മധുര പലഹാരങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. അതും പറഞ്ഞ് ആകാശ് കാറും എടുത്ത് പുറത്തേക്ക് പോയി. എൻ്റെ കെട്ടിയോനെ എനിക്ക് കൈവിട്ടു പോകൂ. മുറപ്പെണ്ണോട് എന്തൊരു സ്നേഹമാ. അവൾ വരട്ടെ, ഒരു ദിവസം അതിൽ കൂടുതൽ അവളെ ഞാൻ ഇവിടെ നിർത്തിക്കില്ല. കണ്ട വഴി ഓടിക്കും, കല്യാണി മനസ്സിൽ പറഞ്ഞു.